ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പെരി പെരി ചിക്കൻ്റെ റെസിപ്പിയാണ്. ഗ്രില്ലും ഓവനും ഒന്നും ഇല്ലാതെ തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വളരെ എളുപ്പത്തിൽ പെരി പെരി ചിക്കൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഈ വലിപ്പത്തിൽ ചിക്കനെ 4 പീസ് ആക്കിയിട്ടുണ്ട്. ഇനി ഉള്ളിലേക്ക് നന്നായി വരഞ്ഞു കൊടുക്കണം, എങ്കിലേ മസാലകളൊക്കെ നന്നായി ഇതിലേക്ക് പിടിക്കത്തുള്ളൂ. അടുത്തതായി മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ 4 പച്ചമുളക്, 2 തുടം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 പിടി പുതിനയില എന്നിവ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി ഒന്ന് പേസ്റ്റ് ആക്കണം. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ വെർജിൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ആയാലും മതി. പിന്നെ അരച്ചെടുക്കാൻ വെള്ളം ഉപയോഗിക്കരുത്, ഓയിൽ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 20 വറ്റൽമുളകും 1 പിടി മല്ലിയും ക്രഷ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതൊരു വെസ്റ്റേൺ സ്റ്റൈൽ അൽഫാം ആയതുകൊണ്ട് കുറച്ച് സ്പൈസി ആയിട്ടിരിക്കണം, അതാണ് ഇതിൻ്റെ ഒരു രീതി. ഇതൊരു അത്യാവശ്യം സ്പൈസിയാണ്. നല്ല എരിവ് വേണമെന്നുള്ളവർ കുറച്ചുകൂടെ പച്ചമുളകും വറ്റൽമുളകും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ക്രിസ്പിനെസ് കിട്ടാനായി 2 ടീസ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും 2 ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1/2 കപ്പ് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കഴിവതും ഒലിവ് ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം, കാരണം അൽഫാമിനൊക്കെ ടേസ്റ്റ് കൂട്ടുന്നത് ഒലിവ് ഓയിൽ തന്നെയാണ്. പിന്നെ നല്ല ഹെൽത്തിയുമാണ്. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ സ്പൈസിയും ടേസ്റ്റിയുമായിട്ടുള്ള പെരി പെരി ചിക്കൻ ഞാൻ ഒരു അടിപൊളി ചില്ലി മയണൈസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. ചില്ലി മയണൈസ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. ചിക്കനിൽ ഇതുപോലെ നന്നായി തേച്ച് പിടിപ്പിക്കണം. പിന്നെ ഇതുപോലെ വരഞ്ഞൊക്കെ കൊടുത്താലേ ചിക്കൻ്റെ ഉള്ളിലേക്ക് മസാല പിടിക്കത്തുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചിക്കനിൽ വെള്ളത്തിൻ്റെ അംശം വരാനേ പാടില്ല. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നന്നായി വെള്ളം ഡ്രെയിൻ ചെയ്യണം, അതിനുശേഷമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഏറ്റവും നല്ലത് ചിക്കൻ തലേദിവസം മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത് തന്നെയായിരിക്കും കേട്ടോ. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു ടേസ്റ്റ് കിട്ടാനായി ഞാൻ ആർട്ടിഫിഷ്യലായി പുകച്ചു കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി 2 ചാർക്കോൾ കത്തിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫ്യൂംസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ലിഡ് വെച്ച് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അല്ലെങ്കിൽ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചാൽ മതി. ചാർക്കോൾ അവൈലബിൾ അല്ലെങ്കിൽ ചിരട്ടക്കരി ആണെങ്കിലും ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പെരി പെരി അൽഫാം ചിക്കന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പുരട്ടി വെച്ച ചിക്കനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി പ്രീഹീറ്റ് ചെയ്ത പാനിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചിക്കനിൽ തന്നെ അത്യാവശ്യം ഓയിലുണ്ട്. പിന്നെ ഓയിൽ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. 5 മിനിറ്റ് കൂടുമ്പോൾ ചിക്കൻ തിരിച്ചു മറിച്ചൊക്കെ ഒന്നിട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാ വശവും ഒരേപോലെ ഫ്രൈ ആയി കിട്ടുകയുള്ളൂ. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള 2 പീസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ പെരി പെരി അൽഫാം റെഡി ആയിട്ടുണ്ട്. ഗ്രില്ലും ഓവനും ഒന്നും ഇല്ലാതെ തന്നെ പാൻ മാത്രം ഉപയോഗിച്ച് ഇത് തയ്യാറാക്കിയെടുക്കാം. എരിവൊക്കെ താല്പര്യമുള്ളവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയ്ക്കുള്ള നോട്ടിഫിക്കേഷനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്